134 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ 1000-ൽ 1 കുഞ്ഞ് ജനിക്കുന്നത് ഇത്തരത്തിലുള്ള കുഞ്ഞായിട്ടാണ്. ഒരു ക്രോമസോം കൂടിയാൽ എന്താണ് സംഭവിക്കുക? അതെ, ഞാൻ പറഞ്ഞു വരുന്നത് അവരെക്കുറിച്ച് തന്നെയാണ്. ഒരു ക്രോമസോം കൂടിയത് കൊണ്ട് മാത്രം സമൂഹത്തിന്റെ ഭാഗമാവാൻ പറ്റാത്ത വീടിന്റെ ഉള്ളറകളിൽ കഴിയുന്നവരെ കുറിച്ച്. 23 ക്രോമസോമിന്റെ പേരുകൾ കൂടിയാണ് ഓരോ മനുഷ്യ ശരീരത്തിലെയും സെല്ലിലുള്ളത്. ആ 21ാമത്തെ ക്രോമസോം 1 അധികരിച്ചാൽ അതിന്റെ പേരാണ് ഡൗൺ സിൻഡ്രോം. പണ്ടൊക്കെ ദൈവത്തിന്റെ ശാപമെന്ന് പറഞ്ഞവരാണ് നമ്മളിലുള്ള കൂടുതൽ പേരും. എന്നാൽ അത്തരത്തിലുള്ള കുട്ടികൾ ഇപ്പോൾ വളരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് വന്ന കുറച്ച് വ്യക്തികളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആർത്തിഷ ഇപ്പോൾ UAEയിൽ അഡിഡാസിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ഇവർ ചെയ്യാത്തതായിട്ട് ഒന്നും തന്നെയില്ല. ഡാൻസ് ചെയ്യും, പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ കൂടിയാണ് ഇവർ. മറ്റൊന്ന് ഗോപികൃഷ്ണൻ K. വർമ്മ, മലയാളത്തിലെ തിരികെ എന്ന സിനിമയിൽ ലീഡ് ആക്ടറായിട്ടാണ് മുന്നോട്ട് വന്നത്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുകയില്ലെന്ന സമൂഹത്തിന്റെ ധാരണയെ മാറ്റിക്കൊണ്ട് വിഘ്നേഷ് കൃഷ്ണസ്വാമിയും അനയയും തമ്മിലുള്ള വിവാഹം നടന്നത്. ഇത്തരത്തിലുള്ള കുട്ടികളുള്ള മാതാപിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. സൊസൈറ്റിയെ കുറിച്ച് ഒന്നും തന്നെ ചിന്തിക്കാതെ അവർക്ക് റൈറ്റ് ടൈമിൽ റൈറ്റ് ഇന്റർവെൻഷൻ കൊടുത്താൽ അവർ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയും ഇന്ന് ഇല്ല.